ഹലോ ഗൈസ്, കപ്പലിൽ ഫുഡ് വരെ നിങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ കപ്പലിൽ നിന്ന് ആദ്യം ഒരു മെസ്സേജ് നമ്മുടെ ഏജൻറ്റിന് അയക്കും. അതിനുശേഷമാണ് ഏജൻറ്റ് നമുക്ക് ഫുഡിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കൊടുത്തത് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഫുഡിന് വേണ്ടി അറിയിക്കും. അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം ഫുഡ് എടുത്തു വയ്ക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറികളുണ്ട്, മുട്ടയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കെയർഫുൾ ആയിട്ടാണ് നമുക്ക് എടുത്തു വയ്ക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഒരു മാസം ഓടിക്കാനുള്ള സാമഗ്രികളാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് എത്തിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരറ്റത്ത് നിന്ന് എത്തിച്ചു. അവിടെ അവനെന്തോ കാണിക്കുന്നുണ്ട്, അവനെന്തോ വായിലിട്ടുണ്ട് അപ്പം തന്നെ. പിന്നെ ഈ സാധനം നേരെ പോകുന്നത് നമ്മുടെ ഗാലിൻ്റെ സ്റ്റോറിലേക്കാണ്. അത് ഞാൻ സ്റ്റോർ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. മട്ടൻ്റെ കാലാട്ടോ, മട്ടൻ്റെ കാലാണിത് നമുക്ക് കഴിക്കാനുള്ളത്. പിന്നെ എല്ലാ ടൈപ്പും നമ്മളെ ചീറ്റോസ് മുതൽ ഓറിയോ ബിസ്ക്കറ്റ് വരെ, പിന്നെ ഉപ്പ്, മുളക്, എല്ലാ കാര്യങ്ങളും, മസാല പൗഡേഴ്സ്, ഫ്രൂട്ട്സ് എല്ലാം നമുക്കിത് വന്നിട്ടുണ്ട്. ഈ ബോക്സിലൊക്കെ ഇരിക്കുന്ന ചിക്കൻ ഐറ്റംസ്, പിന്നെ വെജിറ്റബിൾസ്, എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത് എന്തൊക്കെയാണോ A to Z അവരയച്ചിരിക്കും കേട്ടോ. എല്ലാം ഫ്രഷുമാണ്. നമുക്കങ്ങനെ എന്താ പറയുക, ഭയങ്കര മോശമായിപ്പെട്ട അങ്ങനെ പച്ചക്കറി ഒന്നും കിട്ടാറില്ല. മോസ്റ്റ്ലി എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ വരാറ്. ഇത് മുഴുവൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അത് നമ്മുടെ എല്ലാവരും പണിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് കപ്പലിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഷിപ്പിലെ കിച്ചണും പരിപാടികളും കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ അടുക്കള, നമ്മുടെ നാട്ടിൽ കുഞ്ഞടുക്കള എന്നൊക്കെ പറയുമ്പോൾ ചെറിയ അടുക്കള. അതായത് അത്യാവശ്യം നിങ്ങൾക്ക് ചൂടാക്കി ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ്, ചായ, സ്കോഷ്, മറ്റേത് മറിച്ച് എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ടാവും. ഇതാണ് നമ്മളെ കുഞ്ഞടുക്കള. ഇവിടെ ഹീറ്റിങ്ങിൻ്റെ വേറെ ഇതുകളൊന്നുമില്ല. അതായത് ഭയങ്കര വലിയ കുക്കിംഗ് ഒന്നുമില്ല. ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ചൂടാക്കി എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കാൻ കാര്യങ്ങളൊക്കെ. പിന്നെ പ്ലേറ്റും ഗ്ലാസും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നത്. കുഞ്ഞടുക്കള എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. അപ്പോൾ ഇനിയാണ് നമ്മൾ കിച്ചണിലേക്ക് പോകുന്നത്. കിച്ചൺ ഇതാണ് കപ്പലിലെ കിച്ചൺ കണ്ടാ. നമ്മളെ നാട്ടിലെ പോലെ സ്റ്റവ് പരിപാടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടാവുന്ന വെച്ചാൽ ഇലക്ട്രിക്കിൻ്റെ സ്റ്റവാണ്. കാരണം തീപിടുത്തം ഭയങ്കര സീനാണെന്നറിയല്ലോ. ഇവിടെ മോസ്റ്റ്ലി ഗാലിയിൽ നിന്നാണ് കൂടുതൽ ഫയർ വരിക. ഈ ഹോട്ട് പ്ലേറ്റ് ഉണ്ട്, ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ പോലെ തന്നെ ഇവിടുത്തെ പരിപാടികളൊക്കെ നടത്തും. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സാധനം നിന്നെ കാണിക്കണോ? ഇത് ആപ്പിളും കൊണ്ട് നമ്മൾ മെസ് ബോയ് ആണ്. ഇപ്പം ആപ്പിളും കൊണ്ട് പെണ്ണ് കാണാൻ പോണ പോലെ ആപ്പിളൊക്കെ റെഡിയാക്കി എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. ആൻഡ് ഇത് വാഷിംഗ് ഏരിയ, നമ്മളെ അടുക്കള സാധാരണ പോലെ. ഇവിടെ വേസ്റ്റ്, അതായത് കുക്കിംഗ് ഓയിലിൻ്റെ വേസ്റ്റ്, ആ വേസ്റ്റുകൾ വേസ്റ്റ് നമുക്ക് അങ്ങനെ പുറത്തിടാൻ പറ്റത്തില്ല. കാരണം കടലിൽ അങ്ങനെ ഇടുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരണമാണ്. നമ്മുടെ ചീഫ് കുക്ക് ഇവിടെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് പോയേക്കണം, ഇവിടെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇത് ഹീറ്റർ, മറ്റേ ഓവൻ പോലെ തന്നെ 3 ടൈപ്പ് കണ്ടോ. ഫുഡ് വെച്ചേനുണ്ടോ, ചൂടായിട്ട് തന്നെ ഫുഡ് ഇരിക്കും. നമുക്കിത് ചിക്കന് ഇതൊക്കെ പൊരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ സാധനം ഉപയോഗിക്കും. ഇത് നമ്മുടെ ചപ്പാത്തി മേക്കർ, ഇന്ത്യൻ വെസലിൽ മാത്രം കണ്ടുവരുന്ന സംഭവമാണ് ചപ്പാത്തി മേക്കർ. വേറെ വെസലിലൊന്നും ഇങ്ങനത്തെ കാണാറില്ല. നെക്സ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ ഫ്രീസർ റൂം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിലൊരു സ്ഥലം. അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡ്രൈ പ്രൊവിഷൻ സ്റ്റോർ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റോർ. ഇതിൽ എന്താ പറയുക, ബിസ്ക്കറ്റ് സാധനങ്ങൾ, അങ്ങനത്തെ പരിപാടികളൊക്കെ, അരി, പിന്നെ നമ്മൾ പൾസസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലാണ് കൂടുതലിരിക്കുക. ഒരു ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ ഇതിലാണ് കൂടുതലുണ്ടാവും. പിന്നെ സോസ്, മറ്റേത് പരിപാടി, അങ്ങനത്തെ കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ടാവും. അവിടെ ഓട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഹാൻഡ് മെയ്ഡ് ബിസ്ക്കറ്റ് വന്നു. അപ്പോൾ ഈ സ്റ്റോറിൻ്റെ AC ഡെക്ക് ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ. ഇപ്പം ഞാൻ തുറന്നുകൊണ്ട് AC അവിടെ വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം ഇത് അടയ്ക്കാനൊരു സിമിലാരിറ്റീസ് ഉണ്ട്. ഇത് അടയ്ക്കാന്ന് വെച്ചാൽ കണ്ടോ, ഓട്ടോമാറ്റിക് ലോക്കാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഇതുപോലും പുറത്ത് വരാൻ പാടില്ല. ഫുൾ സീൽഡ്, നമ്മൾ സാധാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറുന്ന പോലെ. ഇത് കുറച്ചുകൂടെ തണുപ്പുണ്ട്. നെക്സ്റ്റ്, ഇവിടെ നമ്മൾ വിചാരിച്ച ടെമ്പറേച്ചറല്ല, ഇതിൻ്റെ പേരാണ് മീറ്റ് റൂം എന്ന് പറയും. യെസ്, ഇറച്ചി വയ്ക്കുന്ന സ്ഥലമാണിത്, മീറ്റ് റൂം. ഇവിടെ ഇറച്ചി കണ്ടോ, ആടിരിക്കും. നോക്ക്, ഒരു ഫുൾ ആടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പുറത്ത് തന്നെ അവിടെ ഒരു ആട് കിടക്കുന്നുണ്ട്, ഉറങ്ങുക. മട്ടൻ, ചിക്കൻ പല ടൈപ്പുകൾ, അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട്. പിന്നെ ബ്രെഡ് നമ്മൾ വയ്ക്കാറുണ്ട്. ഇവിടെ തണുപ്പ് കൂടുതലാണ്, അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, മീറ്റ് മാത്രമേ ഇവിടെ
ഇരിക്കാൻ പാടുള്ളൂ. സോ അതിൻ്റെ നമ്മൾ ലോക്കിംഗ് ചെയ്തു. നെക്സ്റ്റ് ഫിഷ് റൂമിന് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ. ഇവിടെയും നമുക്ക് അധികം കയറാൻ പറ്റത്തില്ല. ഫിഷ് എല്ലാം ഓൾറെഡി ഫ്രോസൺ ആണ്, എല്ലാം നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറിയ പോലെ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് മറ്റേ നമ്മളെ സിനിമയില്ലേ ഹെലൻ എന്ന് പറഞ്ഞ പടം കണ്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് വേണം. പക്ഷേ ഷിപ്പിൽ നിങ്ങൾ വിചാരിച്ച പോലെയല്ല, എല്ലാത്തിനും അതിൻ്റേതായ സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്. നമ്മളെന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ അലാറം അടിക്കാണ്ട് നമുക്ക് അതിനുള്ള ഇതങ്ങോട്ട് അമർത്തിയാൽ മതി. അപ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റേനേക്കാൾ ചെയ്യുന്നത്. ഇത് നമ്മളെ പച്ചക്കറി സ്റ്റോർ. ഇതിന് സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിലാണ് ഇത് തോന്നുക. പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ പരിപാടികളും, നമ്മളെ തണ്ണിമത്തൻ, ഫ്രൂട്ട്സ്, അത് ഇത് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ ഈ ഒരു സ്റ്റോറിൽ എന്താ പറയുക, ഈ പച്ചക്കറികളൊക്കെ 1 മാസം വരെ നമുക്ക് ഇതെടുക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 4 മാസം വരെ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തു. മുട്ട വൻ പാക്കിംഗ് ആണ്. സോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ലോക്ക് ആവാനായിട്ടൊരു ചാൻസും ഇല്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തുറക്കാൻ പറ്റും ഈസി ആയിട്ട്. ആരെങ്കിലും അടച്ചാൽ വരെ നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ ഒരാശ്വാസം. അപ്പോൾ ഇവന്മാർ ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കേട്ടോ ഗ്ലൗസ് ഇതൊക്കെ ഇട്ടിട്ട് പോകും സാധനങ്ങൾ എടുക്കാനായിട്ട്. കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലെയല്ല. ഇപ്പം എൻ്റെ കൈയൊക്കെ വിറച്ചു തുടങ്ങി ഏകദേശം. ദെൻ ഇതിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ നേരെ ഗാലി. കിച്ചൺ എന്ന് നമ്മൾ പറയാറില്ല, ഗാലി എന്ന് നമ്മൾ പറയാറുള്ളൂ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ചീഫ് കുക്കില്ല. ആ ഒരു നേരം നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കിയത്. ആളുണ്ടാക്കി സമ്മതിക്കത്തില്ല. ആൻഡ് നമ്മുടെ മെസ്മെൻ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ്, അതിനുള്ള പപ്പടം, അതിൻ്റെ കറി, സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടാ ബുദ്ധിപൂർവ്വമുള്ള സാഹസങ്ങളാണ്. ഒരു ഗാർബേജ് ബാഗ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്.